പഴയ രീതികൾക്ക് സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിഞ്ഞ നാളുകളിൽ പതിവായി ചെയ്യുന്ന ജോലികൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? ഓരോ മനുഷ്യനും ചില ജോലികൾ പതിവായി ചെയ്ത് ഇപ്പോൾ ആ ജോലികൾ പതിവായി ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ കഴിഞ്ഞുപോയ കാലത്തിലുള്ള പതിവായ ജോലികളെ പറ്റി ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാള വാക്യത്തിന്റെ അവസാനം ചെയ്തുകൊണ്ടിരുന്നത് എന്ന പദം വരുമ്പോൾ യൂസ്ഡ് ടു എന്ന ഹെൽപ്പിംഗ് വെർബിനെ ഉപയോഗിക്കണം. യൂസ്ഡ് ടു സമം ചെയ്തുകൊണ്ടിരുന്നത്. സിങ് പാടുക. യൂസ്ഡ് ടു എന്നാൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ പാടിക്കൊണ്ടിരുന്നത് എന്നാൽ യൂസ്ഡ് ടു സിങ്. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ആ നാളുകളിൽ ദിവസവും 5 മണിക്കൂർ പാടിക്കൊണ്ടിരുന്നവൻ. ഞാൻ എന്നത് ഒരു പദം, ആ നാളുകളിൽ എന്നത് ഒരു പദം, 5 മണിക്കൂർ എന്നത് വേറൊരു പദമായി ഡിവൈഡ് ചെയ്യുക. പാടിക്കൊണ്ടിരുന്നവൻ എന്നത് ഒരു പദം, ആകെ 5 പദങ്ങൾ. ഞാൻ എന്നതിന് 1, പാടിക്കൊണ്ടിരുന്നവൻ എന്നതിന് 2, 5 മണിക്കൂർ എന്നതിന് 3, ദിവസവും എന്നതിന് 4, ആ നാളുകളിൽ 5. നമ്പർ പ്രകാരം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ ആ നാളുകളിൽ ദിവസവും 5 മണിക്കൂർ പാടിക്കൊണ്ടിരുന്നവൻ എന്നാൽ I used to sing 5 hours those days. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 ഞാൻ കളിച്ചുകൊണ്ടിരുന്നവൻ എന്നാൽ I used to play. നമ്പർ 2 ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ I used to watch cinema or movie. നമ്പർ 3 ഞാൻ പാടിക്കൊണ്ടിരുന്നവൻ എന്നാൽ I used to sing. നമ്പർ 4 ഞാൻ വായിച്ചുകൊണ്ടിരുന്നവൻ എന്നാൽ I used to read. നമ്പർ 5 ഞാൻ നടന്നുകൊണ്ടിരുന്നവൻ എന്നാൽ I used to walk. നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ പതിവായി ചെയ്ത ജോലികളെ യൂസ്ഡ് ടു ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞുപോയ കാലത്തിൽ പതിവായി ചെയ്ത ജോലികളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മുമ്പ് പതിവായി ചെയ്ത ജോലികൾ ഏത് ജോലിയായാലും യൂസ്ഡ് ടുവിന്റെ സഹായത്തോടെ ഇംഗ്ലീഷിൽ പറയാമെന്നത് 100% വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സൂത്രത്തിലേക്ക് പോകാമോ?